എമ്പുരാന്റെ വെല്ലുവിളിക്ക് തമ്പുരാന്റെ മറുപടി എന്താണ്? പേര് പറഞ്ഞ് നിന്ദിക്കാൻ ശ്രമിച്ചപ്പോഴും ദൈവത്തെക്കാൾ വലുതാണെന്ന് പറഞ്ഞ് സ്വയം അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴും എന്തായിരിക്കാം തമ്പുരാൻ പറഞ്ഞത്? പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവായിരുന്നു ലൂസിഫർ. ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കഴിഞ്ഞ ദിവസം കണ്ടു. അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. നിരവധി മാർഗങ്ങളിലൂടെ വിശ്വാസികൾ ദൈവപുത്രനായ ഈശോയെ മഹത്വപ്പെടുത്താറുണ്ട്. ചിലർ പാട്ടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചിലർ നൃത്ത ചുവടുകളോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നു. മറ്റു ചിലർ തങ്ങൾക്ക് ദൈവം തന്ന കഴിവുകൾ അഥവാ താലന്തുകൾ ഉപയോഗിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എന്നാൽ ഇവയെല്ലാം ഒരുമിച്ച് കോർത്തിണക്കി ഇന്നിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ അനേക മക്കളുടെ പ്രാർത്ഥനയിൽ ഒരുക്കുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷയാണ് മരിയൻ സുദിനം. ഇതിനോടകം തന്നെ 10-ൽ പരം വേദികളിൽ അവതരിപ്പിച്ച ഈ കലാമാധ്യമ ശുശ്രൂഷയെക്കുറിച്ച് MJTV-യിലൂടെ തന്നെ ധാരാളം വീഡിയോകളും ലൈവുകളും ഒക്കെ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഏപ്രിൽ മാസം 5-ാം തീയതി തിരുവനന്തപുരത്തെ മരിയനാടുള്ള സ്വർഗാരോപിത മാതാ ദേവാലയത്തിലായിരുന്നു ഈ ശുശ്രൂഷ ഒരുങ്ങിയത്. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചിച്ച് സംവിധാനം ചെയ്ത മരിയൻ സുദിനത്തിൽ ഏതാണ്ട് 200-ൽ പരം കലാകാരന്മാർ ഒന്നിച്ച് അണിനിരന്നിരുന്നു. ഒരു ബൈബിൾ ഷോ എന്ന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം. അതിലെ ഇടയ്ക്കുള്ളൊരു ഭാഗം ഈശോ പിശാച് ബാധിതന് സൗഖ്യം കൊടുക്കുന്നതായിരുന്നു. അതായത് ലെഗിയോൺ എന്ന പേരുള്ള 7 പിശാചുക്കളുടെ രൂപികളെ ഒരു മനുഷ്യനിൽ നിന്ന് പുറത്താക്കുന്ന സംഭവം. എന്നാൽ ഇതിന് തൊട്ടു മുൻപായി ഒരു വീഡിയോ വിഷ്വൽ പ്ലേ ചെയ്തു. എമ്പുരാൻ സിനിമ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ട് ശിഷ്യന്മാർ ഈശോയോട് സംശയം ചോദിക്കുന്നതായാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ലെഗിയോൺ കൂട്ടങ്ങളെ 4 വഴിക്ക് ചിതറിക്കുന്ന രംഗത്തിലേക്ക്, ആ ഒരു രംഗങ്ങളിലേക്ക് ഇത് പ്രവേശിക്കുന്നു. അതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. യേശുവ ഗുരുവേ, അവന്റെ വീരവാദം ശരിയാണോ? അരുമ ശിഷ്യന്മാരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവല്ല, പ്രകാശത്തിൻ്റെ പൂവായിരുന്നു അവൻ. ലൂസിഫർ, ശരിക്കും പ്രകാശവാഹകൻ. എൻ്റെ പിതാവ് കൊടുത്ത പ്രകാശത്തിൻ്റെ സ്വാതന്ത്ര്യം അവൻ ഇരുട്ടാക്കി കളഞ്ഞു. ഭയപ്പെടേണ്ട, അവൻ സ്വയം ഇരുട്ടിൻ്റെ തടവറയിലായവൻ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? എന്റെ ഗുരു, അവൻ നിന്റെ പേര് പറഞ്ഞ് നിന്ദിച്ചിട്ടും നീ എന്താ അവനെ ശപിക്കാത്തത്? അരുമ ശിഷ്യന്മാരെ, ജോബിന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ദൈവം കരുത്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. എൻ്റെ പിതാവും ഞാനും റൂഹായും ആരെയും വെറുക്കുന്നില്ല. ഞാനായിരിക്കുന്നവൻ വെറുപ്പും ഇരുട്ടും പ്രതികാരവും എൻ്റെ പിതാവിനെ അറിയാത്തവരുടേതാണ്. അവർ അവരുടെ വെറുപ്പിനാൽ തന്നെ വിധിക്കപ്പെടും. ഞാനോ എന്നുമായിരിക്കുന്നവൻ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതൻ. വരൂ ശിഷ്യന്മാരെ,
ഈ കാലഘട്ടത്തിൽ അവൻ ആവസിച്ച ഒരാളെ നമുക്ക് കാണാനുണ്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. ഇത് കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇന്ന് സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയും മറ്റ് വിനോദങ്ങളിലൂടെയും ഇതര മാധ്യമങ്ങളിലൂടെയും സാത്താന സ്തുതിയും ദൈവത്തിൻ്റെ പരിവേഷവും ദൈവത്തെക്കാൾ സ്ഥാനവും നൽകുന്നു. നമ്മുടെ മക്കളും യുവാക്കളും അത് ആഘോഷിക്കുന്നു. ഇതൊരു വലിയ അപകടം തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. യുവതലമുറ അവർ പോലും അറിയാതെ അവർ തിന്മയ്ക്ക് ജയ് വിളിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കേണ്ടുന്നത് നമ്മുടെ കുടുംബങ്ങളിലും സൺഡേ സ്കൂളുകളിലും ഭവനങ്ങളിലുമൊക്കെ ശക്തമായ അവയർനെസ് കൊടുത്തുകൊണ്ടായിരിക്കണം. ഏതായാലും ലൂസിഫറും എമ്പുരാനും വിരിഞ്ഞ നാട്ടിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്താൽ ഇങ്ങനെയൊരു ശുശ്രൂഷയിലൂടെ ഏതാണ്ട് 7000-ഓളം വരുന്ന ആബാലവൃദ്ധ ജനങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സത്യത്തെ വരച്ചു കാട്ടാൻ മരിയൻ സുദിനം വഴി ഷാജീദ്സിനെയും സെലിബ്രൻസ് ഇന്ത്യയെയും ദൈവം ഉപയോഗിച്ചതിൽ ത്രിത്വേക ദൈവത്തിന് മഹത്വം. ഇതുപോലെ മറ്റനേകം സ്കിറ്റുകളും നൃത്ത ചുവടുകളുമൊക്കെ ആയി ഈ ശുശ്രൂഷ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അതിരൂപതയുടെ യൂട്യൂബ് ചാനലിൽ ഈ ശുശ്രൂഷയുടെ ലൈവും ലഭ്യമായിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ വാക്കുകൾ പോലെ, ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ പോലെ കാലഘട്ടത്തിന്റെ പുത്തൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഒരുങ്ങിയ ഇന്നിന്റെ ശുശ്രൂഷയായി മരിയൻ സുദിനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. മരിയനാട് സ്വർഗോരോപിത മാതാ ഇടവകയും ഇടവകയിലെ അച്ഛന്മാരായ മെൽക്കൻ അച്ഛനും മരിയ കിജോ അച്ഛനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ചേർന്ന് ഈ ശുശ്രൂഷയ്ക്കൊപ്പം നിന്നു. ശുശ്രൂഷ അനേകരിലേക്ക് എത്തിച്ചു. മറിയം സുദിനം എന്ന ഈ മഹാപരിപാടി മരിയനാട് ഇടവയ്ക്ക് ഒരു ഗിഫ്റ്റാണ്. അത് ഷാജി തുമ്പച്ചിറയും അച്ഛനും ആ ടീം അംഗങ്ങളും ഈ മരിയനാട് ഇടവയ്ക്ക് നൽകിയ ഒരു ഗിഫ്റ്റാണ്. തമ്പുരാനിൽ നിന്ന് എമ്പുരാനിലേക്ക് ചെന്ന ജനങ്ങളെ എമ്പുരാനിൽ നിന്ന് തമ്പുരാനിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മാർഗമായിരുന്നു മറിയം സുദിനം എന്ന മഹാപരിപാടി. സത്യം പറഞ്ഞാൽ മരിയനാട് ഇടവക്കാർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വചന ശുശ്രൂഷയായിരുന്നു അത്. അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരുന്നു ഈ മറിയം സുദിനം എന്ന് പറഞ്ഞ ഈ മഹാപരിപാടി, ഈ ശുശ്രൂഷയെന്നും വേണമെങ്കിൽ നമ്മൾ പറയാം. ഒട്ടേറെ ധ്യാനങ്ങൾ നമ്മൾ കൂടിയിട്ടുള്ളതാണ്. ഇതിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട്സ് പ്ലസ് ആക്ടിങ്, അതിൽ ഈശോയെ കാണിക്കുന്ന രീതി, ആ സുവിശേഷം വിളംബരം ചെയ്യുന്ന രീതി, അങ്ങനെയൊക്കെ പറയുമ്പോൾ യുവജനങ്ങളെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്ന ഒരു പരിപാടി, ഒരു ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം ഈ മറിയം സുദിനത്തെ. എംബ്രാൻ സിനിമയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുന്ന രീതിയിലും ദൈവപുത്രൻ തെറ്റു ചെയ്തു എന്നുള്ള രീതിയിലും കുരിശിനെ അവർ താഴ്ത്തുന്ന രീതിയിലും ഒരുപാട് കാഴ്ചകൾ കാണാനിടയായി. ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതും വണങ്ങുന്നതും ആരാധിക്കുന്നതുമാണ് കുരിശ്. എന്നാൽ ആ കുരിശിനെ അവർ അവഗണിച്ച് എന്ന് തന്നെ നമ്മൾ പറയണം ആ സിനിമയിലൂടെ. എന്നാൽ ഈ മറിയം സുദിനം എന്ന പരിപാടിയോട് മരിയനാട് ഇടവക്കാർക്ക് അതിനൊരു നല്ലൊരു കാഴ്ചപ്പാട് നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയായിരുന്നു ലൂസിഫർ. എന്നാൽ ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവപുത്രനാണ് തെറ്റ് ചെയ്തത്, ശൈത്താനല്ലാതെ വേറെ ആരെ ആശ്രയിക്കണമെന്ന് ആ സിനിമയിൽ പറയുന്നു. ഇവിടെ മറിയം സുദിനത്തിൽ അവർ കൃത്യമായിട്ട് അവിടെ നടന്നത് ബൈബിൾ സഹിതം അവർ ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾക്ക് വിഷ്വലൈസ്ഡ് ആയിട്ട് അവർ കാണിച്ചു തന്നത്. അത് തന്നെ എനിക്ക് ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗമായിരുന്നു മറിയം സുദിനത്തിൽ. അതെനിക്ക് മാത്രമല്ല, ഏറെ പ്രത്യേകമായ വിധം യുവജനങ്ങളെ ആകർഷിച്ച ഒരു രംഗമായിരുന്നു അത്. ഇത് ഒരു ഇടവയ്ക്ക് മാത്രം ഒതുങ്ങിക്കൂടേണ്ട പരിപാടിയല്ല, മറിച്ച് എല്ലാ ജനതകളും ഇത് അറിയണം. കാരണം അത് യുവജനങ്ങൾക്കും അത് കാണുന്ന ജനങ്ങൾക്കും ഒരു വളരെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കർത്താവിനോട് അവരെ കൊണ്ടുവരുവാൻ, കർത്താവിനെക്കുറിച്ച് അറിയുവാൻ, കർത്താവ് സുവിശേഷങ്ങൾ വായിക്കുവാൻ അവരെ ഏറെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് മറിയം സുദിനം എന്ന ഈ മഹാപരിപാടിയെ നിങ്ങൾക്ക് സമ്മാനിച്ച ഷാജി തുമ്പച്ചിറ അച്ഛനും അതിൻ്റെ ടീം അംഗങ്ങൾക്കും ഞങ്ങളുടെ ഇടവക നാമത്തിലും മറ്റുള്ള ജനങ്ങളുടെ നാമത്തിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളും. മരിയൻ സുദിനം തിന്മയ്ക്കെതിരെയുള്ള കാലഘട്ടത്തിൻ്റെ ആയുധമായി ഇനിയും മുന്നേറട്ടെ. മരിയൻ ശുശ്രൂഷകൾ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.